ഈ മഴക്കാലമായാൽ മഴക്കള്ളന്മാർ ഈ നാട് നീളെ ഇറങ്ങും. മുമ്പ് മലപ്പുറത്തായിരുന്നു മഴക്കള്ളന്മാരുടെ താവളം. ഇപ്പോൾ അത് ആലപ്പുഴ ജില്ലയിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. കുറുവ മറുവ സംഘങ്ങളൊക്കെ ഈ മോഷണത്തിന് ഇറങ്ങുന്ന കേന്ദ്രവും ആലപ്പുഴ ആണ്. ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിൽ നടന്ന ഒരു ക്രൂരമായ മോഷണമാണ്. ക്രൂരമായെന്ന് പറയുമ്പോൾ ആരെയും കെട്ടിയിട്ട് കൊലപ്പെടുത്തുകയോ അല്ലെങ്കിൽ കഴുത്തറുത്ത് കൊല്ലുന്നതിന് ശേഷം സ്വർണ്ണാഭരണങ്ങൾ കവർന്നു കൊണ്ടുപോവുകയോ അതൊന്നുമല്ല. രണ്ട് സ്കൂൾ കുട്ടികൾ, വൈഷ്ണവയും വൈഗയും, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളാണ്. ചേർത്തല സെന്റ് മേരീസിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. അച്ഛൻ അപകടത്തെ തുടർന്ന് വീട്ടിൽ കിടപ്പാണ്, കിടപ്പ് രോഗിയാണ്. അമ്മ ചെറിയ ചെറിയ തൊഴിലുറപ്പും അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്ത് ഈ മക്കളെ പഠിപ്പിക്കുന്നു. അവർക്ക് അമ്മയുടെ പേര് പുഷ്പലത എന്നാണ്. ആ പെൺകുട്ടികൾക്ക് ഇത്രയും ദൂരം ചേർത്തലയിൽ നിന്ന് നഗരത്തിലെ ആ സ്കൂളിലേക്ക് പോകാൻ, ബസ്സിലൊക്കെ പോകാൻ വലിയ പ്രയാസമാണ്. ഒരുപാട് കഷ്ടപ്പെടണം, യാത്രയുണ്ട്. അപ്പോൾ തങ്ങളുടെ സമപ്രായക്കാർ പലരും സൈക്കിളിലാണ് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ തങ്ങൾക്കും ഒരു സൈക്കിൾ കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് അവർ കഴിഞ്ഞ വർഷമേ ആഗ്രഹിക്കുന്നു. സൈക്കിൾ ചവിട്ടാൻ പഠിച്ച ആ സമയം മുതലേ അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ പക്ഷേ പുഷ്പലതയ്ക്കോ അവരുടെ ഹസ്ബൻഡിനോ ഇത് വാങ്ങിക്കൊടുക്കുക അസാധ്യമാണ്. കാരണം അവർക്ക് അത്രയും കാശ് കയ്യിലില്ല ഈ കുഞ്ഞുങ്ങളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ. അങ്ങനെ അവർ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോൾ പുഷ്പലതയുടെ ബന്ധുക്കൾ ആരോ പറഞ്ഞു, ഞങ്ങൾ സൈക്കിള് വാങ്ങിക്കൊടുക്കാം, മക്കൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ, അവർക്ക് സ്കൂളിൽ പോയി വരാനൊക്കെ എളുപ്പമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് വൈഷ്ണവയും വൈഗയും ഇരട്ട സഹോദരങ്ങളാണ്, ഒരേ ക്ലാസ്സിലൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടികൾക്ക് ഒരു സൈക്കിൾ അവരുടെ ബന്ധുക്കൾ, പുഷ്പലതയുടെ അമ്മയുടെ ബന്ധുക്കൾ വാങ്ങിക്കൊടുക്കുന്നു. അത് 2 ദിവസമേ ആയിട്ടുള്ളൂ ഇപ്പോൾ സൈക്കിൾ കിട്ടിയിട്ട്. കുട്ടികൾ വളരെ ഹാപ്പിയാണ്. കുട്ടികൾ രാവിലെ സൈക്കിളിൽ പോകുന്നു, തിരികെ അതുപോലെ വരുന്നു, സുരക്ഷിതരായി തിരിച്ചെത്തുന്നു. അമ്മയ്ക്കും അച്ഛനും സന്തോഷം, മക്കൾ സന്തോഷത്തോടെ സ്കൂളിൽ പോകുന്നല്ലോ. പ്രൈവറ്റ് ബസ്സിലെ ഈ തള്ളും ഉന്തും പിടിയും ബഹളമൊന്നുമില്ല, സമാധാനമായി അവർ പോയിട്ട് വരുന്നു, സുരക്ഷിതരായി തിരിച്ചും വരുന്നുണ്ട്. അമ്മയ്ക്കും അച്ഛനും സന്തോഷം. അങ്ങനെ 2 ദിവസം കുട്ടികൾ സന്തോഷത്തോടെ സൈക്കിളിൽ പോയി. 3-ാം ദിവസം രാവിലെ മുറ്റത്ത് നോക്കുമ്പോൾ സൈക്കിളില്ല. സൈക്കിൾ ഒരു കള്ളൻ, ക്രൂരനായ ഏതോ മഴക്കള്ളൻ കട്ടുകൊണ്ടുപോയിരിക്കുന്നു. ഉടനെ ഇവർ വലിയ വായിൽ നിലവിളിച്ചു, കരഞ്ഞു. പെൺകുട്ടികളുടെ സങ്കടം അതിനും കവിഞ്ഞു. നാട്ടുകാരൊക്കെ അറിഞ്ഞു. ഈ മക്കളുടെ സങ്കടം നേരത്തെ അറിയാവുന്നതാണ്. അപ്പോൾ ഇവർ സൈക്കിള് കിട്ടി 2 ദിവസം ചവിട്ടിയപ്പോൾ തന്നെ പുതുമ മാറിയിട്ടില്ല സൈക്കിളിൻ്റെ. ആ സൈക്കിള് മോഷണം പോയെന്നും കൂടി അറിഞ്ഞപ്പോൾ നാട്ടുകാർക്കും ആകെ സങ്കടമായി. പോലീസിൽ പരാതിപ്പെട്ടപ്പോഴാണ് അറിയുന്നത് ആ പ്രദേശത്ത് നിന്ന്, അതായത് ഈ ചേർത്തല കരുവ എന്ന പ്രദേശത്ത് നിന്ന് മാത്രം 7 സൈക്കിളുകളാണ് സ്കൂൾ തുറന്നതിന് ശേഷം 7 സൈക്കിളാണ് മോഷണം പോയത്. അപ്പോൾ ഈ നാടിനെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഏതോ ഒരു കള്ളൻ, ഒരു മഴക്കള്ളൻ ആണ് ഇതിൻ്റെ പിന്നിൽ. കാരണം മഴയാകുമ്പോൾ രാത്രി ചെറിയ ശബ്ദങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആളുകൾ കരുതും എന്താണ് മഴയുടെ ശബ്ദം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും എന്ന് കരുതി പുറത്തു വരലല്ല. എന്നാൽ ഈ കള്ളൻ ബുദ്ധിമാനായ ഈ ക്രൂരനും ബുദ്ധിമാനുമായ കള്ളൻ എന്ത് ചെയ്തു? ഈ മഴ സമയത്ത് ഈ 7 സൈക്കിളുകൾ മോഷ്ടിച്ചു. സൈക്കിൾ മോഷ്ടിച്ചിട്ട് മറ്റെവിടെയെങ്കിലും കൊണ്ട് കൊടുത്താൽ മതിയല്ലോ. എല്ലാ സൈക്കിളും ഏകദേശം ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് ഇത് എൻ്റെ സൈക്കിളാണെന്ന് പറഞ്ഞ് ആരും അവകാശവാദം ഉന്നയിക്കുകയുമില്ല. പുതിയ സൈക്കിളാകുമ്പോൾ അത്യാവശ്യം കാശും ഈ കള്ളന് കിട്ടും. അങ്ങനെ ഈ കള്ളൻ 7 സൈക്കിളുകൾ ആണ് ഈ കരുവാസ് പ്രദേശത്ത് നിന്ന് ഈ സ്കൂൾ തുറന്നതിന് ശേഷം മോഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നാടിനെ അറിയാവുന്ന, നാട്ടുകാരെ കുറിച്ച് കൃത്യമായി അറിയാവുന്ന ആരോ ഒരാളാണ് ഈ കള്ളൻ എന്ന് പോലീസും സംശയിക്കുന്നുണ്ട്. എങ്കിലും ഈ പെൺകുട്ടികളുടെ സങ്കടമൊക്കെ നാട്ടുകാർ തിരിച്ചറിഞ്ഞു. അങ്ങനെ നാട്ടുകാർ ചേർന്നിട്ട് പറഞ്ഞു, മക്കൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഞങ്ങളെല്ലാവരും കൂടി പിരിവെടുത്ത് ഒരു സൈക്കിൾ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് നാട്ടുകാർ അവസാനം ചില ആളുകളുടെ സഹായത്തോടു കൂടിയൊക്കെ ഒരു സൈക്കിൾ ആ പെൺകുട്ടികൾക്ക് വാങ്ങിക്കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെയാണ് ക്രൂരമായ മോഷണം. ഇല്ലാത്തവൻ്റെ, ഈ പിച്ചക്കാരൻ്റെ പിച്ചച്ചട്ടിയിൽ നിന്ന് പോലും കൈയിട്ട് വരുന്ന മോഷ്ടാക്കൾ എന്ത് ക്രൂരതയാണ് കാണിക്കുന്നത്. ഒന്നുമില്ല, അവിടെ കിടപ്പ് രോഗിയാണ് അച്ഛൻ. ആ അച്ഛൻ കിടപ്പ് രോഗിയാണ്. അമ്മ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് മക്കളെ വളർത്തുന്നത്. ആ കുഞ്ഞുങ്ങളൊരു സൈക്കിൾ വാങ്ങി. ആ സൈക്കിൾ പോലും നാടിനെയും നാട്ടുകാരെയും അറിയാവുന്ന ഈ മഴക്കള്ളൻ കട്ടുകൊണ്ടുപോയത് ബാങ്ക് കവർച്ചയേക്കാൾ, കോടിക്കണക്കിന് രൂപ മോഷ്ടിക്കുന്നതിനേക്കാൾ വലിയ ക്രൂരമായ കുറ്റമാണ് ഇയാൾ ചെയ്തതെന്ന് പറയാതിരിക്കാൻ നിവർത്തില്ല. ഏതായാലും പോലീസ് അവനെ പൊക്കും, അതിനകത്ത് തർക്കമൊന്നുമില്ല.